ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി.ജെ.പിയുടെ വിജയം കത്തോലിക്കാ സഭയുടെ സഹായത്തോടെയെന്ന പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. യു.ഡി.എഫിനൊപ്പം മറ്റിടങ്ങളിൽ കൂടെനിന്ന ക്രൈസ്തവ സഭയെ തൃശൂരിൽ കൂടെ നിർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചു. യു.ഡി.എഫ് സി.പി.എമ്മിന്റെ പരാജയത്തെ ആഘോഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ വിജയം, എങ്ങനെയാണ് യു ഡി എഫിന് ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്. ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, യു ഡി എഫിനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുന്നു കാണണ്ട. തൃശൂരിൽ ബി.ജെ.പിക്കുണ്ടായ വിജയം ക്രൈസ്തവ സഭയുടെ സഹായത്തോടു കൂടിയെന്ന് പരോക്ഷമായിട്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വിമർശിച്ചത്. മറ്റെല്ലായിടങ്ങളിലും യു.ഡി.എഫിനെ പിന്തുണച്ച ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ മറ്റൊരു തരത്തിൽ തൃശൂരിൽ ബി.ജെ.പിക്ക് അനുകൂല നിലപാടെടുത്തു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിച്ചതും തമ്മിലും ഒരു തരത്തിലുള്ള സാമ്യവുമില്ല. യു.ഡി.എഫിനോടൊപ്പം നിന്ന ക്രൈസ്തവ സഭയുടെ വോട്ട് ചോർന്നു പോയത് പ്രതിപക്ഷം ചർച്ച ചെയ്യണമായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തൃശൂരിൽ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നു. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്നും പ്രതിപക്ഷം ഇതിനെതിരെ മുഖം തിരിക്കരുതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേരളത്തിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടും സി.പി.എമ്മിന്റെ വോട്ടുകൾ ചോർന്നിട്ടില്ല എന്നാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ വാദം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി.പി.എമ്മിനുണ്ടായ പരാജയത്തിൽ സി.പി.എം ഉൾപ്പെടെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൽ ലീഗും കോൺഗ്രസും മതിഭ്രമിക്കരുത്. പരാജയം ആത്യന്തികമല്ലെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.